ക്ഷത്രിയകളുടെ നാടായ രാജസ്ഥാനിൽ യുദ്ധത്തിൽ വീരമൃത്യു കൈവരിച്ച സ്ത്രീകൾക്ക് മാത്രമുള്ളൊരിടം. ആധുനിക മനുഷ്യന്റെ കൈപ്പട പതിക്കാത്ത പഞ്ച്കുണ്ട് ഛത്രിയ. ജോധ്പൂർ സിറ്റിയിൽ നിന്ന് 4-5 കിലോമീറ്റർ മാറി ഒരു കുന്നിന്റെ മുകളിലാണ് ഈ സെനോടാപ്പ്. പോകുന്ന വഴി തന്നെ വളരെ വിജനമാണ്. 2 സൈഡും മരുഭൂമി പോലെ നീണ്ടു നിവർന്ന് കിടക്കുന്നുണ്ടായിരുന്നു. കുന്നിന്റെ മുകളിൽ എത്തുമ്പോൾ തന്നെ പഞ്ച്കുണ്ട് ഛത്രിയ നമ്മളെ എത്തി നോക്കുന്നുണ്ടാകും. ആ ഗേറ്റ് കടക്കുമ്പോൾ തന്നെയുള്ള മൂകതയും വിജനതയും അറിയാതെ നമ്മുടെ മനസ്സിൽ ഒരു ഭയം സൃഷ്ടിക്കാൻ തുടങ്ങുമെന്നുള്ളത് തീർച്ച. സെക്യൂരിറ്റിക്കായി 2 മനുഷ്യർ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഒരുപക്ഷെ അവർ പോലും മനസ്സിന്റെ മായയാണോ എന്ന് തോന്നിപ്പോവത്തക്കം ഒരു അന്തരീക്ഷമായിരുന്നു അവിടെ. ഞങ്ങളും കുറെ പ്രാവുകളുമല്ലാതെ മറ്റാരും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല. ഒരു വല്ലാത്ത നിശബ്ദത നമ്മളെ കൂടുതൽ കൂടുതൽ ചരിത്രത്തിലേക്ക് തള്ളിവിടുന്നതുപോലെ. യുദ്ധങ്ങളിൽ സ്ത്രീകൾക്കായി മുൻപിൽ നിന്ന് വീരമൃത്യു വരിച്ച ആത്മാക്കളുടെ സാന്നിധ്യം ശരിക്കും നമുക്കവിടെ അനുഭവിക്കാനാകും. ഒരുപാട് നേരം അവിടെ ചിലവഴിച്ചു. ഇരിക്കും തോറും വർഷങ്ങൾ പുറകിലോട്ട് പോകുന്നത് പോലെ. ഭൗതിക ശരീരം ബാക്കിയാക്കി മടങ്ങിയ രാജ്ഞിമാർ ഇപ്പോഴും അവിടെ ഉള്ളതുപോലെ ഒരു തോന്നൽ. മനുഷ്യരുടെ സാന്നിധ്യം കുറവായതുകൊണ്ട് തന്നെ അവിടെ പേടിക്കപ്പുറം ഒരു സുരക്ഷിതത്വമാണ് നമുക്ക് തോന്നുന്നത്. പരിഷ്കരിച്ച് പറഞ്ഞാൽ ദാറ്റ് ഫീലിംഗ് ഓഫ് വിമൻ സ്റ്റാൻഡിങ് ഫോർ എ വിമൻ. പുരുഷാധിപത്യം ഇല്ലാഞ്ഞിട്ടാവാം ഈ സ്ഥലം ഒട്ടും പ്രസിദ്ധമൊന്നുമല്ല. വളരെ കുറച്ചു പേർ മാത്രം അറിഞ്ഞു വരുന്നൊരിടം. പക്ഷേ ഞാൻ കണ്ടതിൽ വച്ച് ഏറ്റവും മനോഹരമായതും ശക്തമായതുമായ ഒരു ഛത്രിയ അതിവിടമാണ്. ഈ ഒരു ജന്മത്തിൽ ഈ സ്ഥലം കാണാനും അനുഭവിക്കാനും കഴിഞ്ഞത് എന്തോ മുൻജന്മ പുണ്യം ചെയ്തതുപോലൊരു തോന്നൽ. ഒരിക്കലും മറക്കാനാവാത്ത കുറച്ച് ഓർമ്മകളുമായി അവസാനം ഇവിടെ നിന്ന് പടിയിറങ്ങി.